ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തയിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. തദ്ദേശീയമായി നിർമ്മിച്ച 7ാമത്തെ യുദ്ധക്കപ്പൽ അടുത്തിടെ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. അതിൻ്റെ പേരാണ് മഹേന്ദ്രഗിരി. INS മഹേന്ദ്രഗിരി എന്നും അറിയപ്പെടുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച 7ാമത്തെ യുദ്ധക്കപ്പൽ അടുത്തിടെ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. അതിൻ്റെ പേര് മഹേന്ദ്രഗിരി. പ്രോജക്റ്റ് 17 ആൽഫയുടെ ഭാഗമായ 7 യുദ്ധക്കപ്പലുകളിൽ അവസാനത്തേതാണ് ഇത്. INS നീലഗിരി, ഹിമഗിരി, ഉദയഗിരി, ഡുണാഗിരി, താരഗിരി, വിന്ധ്യഗിരി എന്നിവയാണ് ഈ ശ്രേണിയിലെ മറ്റ് യുദ്ധക്കപ്പലുകൾ. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി തകർന്ന റഷ്യയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേര് ലൂണ 25. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി തകർന്ന റഷ്യയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരാണ് ലൂണ 25. 47 വർഷത്തിനു ശേഷമുള്ള റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് തകർന്നത്. 1976 ലൂണ 24 ചന്ദ്രനിലേക്ക് പോയ അവസാനത്തെ റഷ്യൻ പേടകം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മുൻപേ പേടകത്തെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യിക്കാനുള്ള റഷ്യയുടെ മോഹമാണ് പൊലിഞ്ഞത്. 1957 ആദ്യ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹം സ്പുട്നിക് 1 വിക്ഷേപിച്ചതും ബഹിരാകാശത്ത് ആദ്യ നായയെയും ലൈക്ക എന്ന നായക്കുട്ടി 1957 അതേപോലെ മനുഷ്യരെയും യൂറി ഗഗാറിൻ 1961, വാലന്റീന തെരഷ്കോവ 1963 എന്നിവരാണ് ആദ്യമായി കയറിയത്. ഇവരെല്ലാം എത്തിച്ചതും റഷ്യയുടെ പൂർവ്വരാഷ്ട്രമായിരുന്ന സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 മുൻപേ പേടകത്തെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യിക്കാനുള്ള റഷ്യയുടെ മോഹമാണ് പൊലിഞ്ഞത്. 1957 ആദ്യ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹവും സ്പുട്നിക് 1 വിക്ഷേപിച്ചതും ബഹിരാകാശത്ത് ആദ്യ നായയെയും ലൈക്ക എന്ന നായക്കുട്ടി അതേപോലെ മനുഷ്യരെയും എന്നിവരെല്ലാം എത്തിച്ചത് റഷ്യയുടെ പൂർവ്വരാഷ്ട്രമായിരുന്ന സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. 19ാമത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2023 നടന്നത് എവിടെയാണ്? ബുദാപെസ്റ്റ്, ഹംഗറിയിലെ ബുദാപെസ്റ്റിൽ. 19ാമത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2023 നടന്നത് എവിടെയാണ്? ബുദാപെസ്റ്റ്, ഹംഗറി. 2023 ഓഗസ്റ്റ് 19 മുതൽ 27 വരെയാണ് മത്സരങ്ങൾ നടന്നത്. 12 സ്വർണം, 8 വെള്ളി, 9 വെങ്കലം ഉൾപ്പെടെ 29 മെഡലുകൾ നേടി USA ഒന്നാമതെത്തി. ടോക്കിയോ ഒളിമ്പിക്സ് ചാമ്പ്യൻ നീരജ് ചോപ്ര പുരുഷ ജാവലിൻ ത്രോയിലൂടെ ഏക സ്വർണം നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 18ാമതാണിത്. സംസ്ഥാന സർക്കാർ നിർമ്മിച്ച VS സെന്തിൽ കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്തായിരുന്നു? ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സംസ്ഥാന സർക്കാർ നിയമിച്ച VS സെന്തിൽ കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്തായിരുന്നു? ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി VS സെന്തിലായിരുന്നു 5 അംഗ സമിതിയുടെ അധ്യക്ഷൻ. വേൾഡ് അത്ലറ്റിക്സിൻ്റെ 4 വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആദിൽ സുമരിവാല. വേൾഡ് അത്ലറ്റിക്സിൻ്റെ 4 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ആദിൽ സുമരിവാല. 2012 മുതൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ് മുംബൈ സ്വദേശിയായ സുമരിവാല. സെബാസ്റ്റ്യൻ കോ ബ്രിട്ടനിൽ 3ാം വട്ടവും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം. അടുത്തത് 2023 ഓഗസ്റ്റ് 16 US അന്തരിച്ച VS അരുണാചലം 87 വയസ്സ് ഏത് മേഖലയിലെ ശാസ്ത്രജ്ഞനായിരുന്നു? മിസൈൽ ശാസ്ത്രജ്ഞൻ. 2023 ഓഗസ്റ്റ് 16 US അന്തരിച്ച VS അരുണാചലം 87 വയസ്സ് ഏതു മേഖലയിലെ ശാസ്ത്രജ്ഞനായിരുന്നു? മിസൈൽ ശാസ്ത്രജ്ഞൻ. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO മുൻ മേധാവിയാണ്. അതേപോലെ അഗ്നി, പൃഥ്വി, ആകാശ്, നാഗ് മിസൈലുകൾ, തേജസ് യുദ്ധവിമാനം എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. പത്മവിഭൂഷൺ 1990 ജേതാവാണ് ഇദ്ദേഹം. ലോക ഫോട്ടോഗ്രഫി ദിനം എന്നാണ്? ഓഗസ്റ്റ് 19. ലോക ഫോട്ടോഗ്രഫി ദിനം എന്നാണ് ഓഗസ്റ്റ് 19.
ലാൻഡ്സ്കേപ്പ് എന്നതായിരുന്നു 2023 ദിനാചരണ വിഷയം. ലാൻഡ്സ്കേപ്പ് എന്നതാണ് 2023 ദിനാചരണ വിഷയം. ബ്രിക്സിൻ്റെ 15ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ജോഹാനസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. ബ്രിക്സിൻ്റെ 15ാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയാണ് നിലവിൽ ബ്രിക്സിലെ അംഗങ്ങൾ. അർജന്റീന, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ 6 രാജ്യങ്ങളെ കൂടി ബ്രിക്സിൽ അംഗങ്ങളാക്കാൻ ഉച്ചകോടി തീരുമാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പ്രായമുള്ള നാട്ടാന അടുത്തിടെ അസമിൽ 89ാം വയസ്സിൽ ചരിഞ്ഞു. അതിൻ്റെ പേര് ബിജുലി പ്രസാദ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായമുള്ള നാട്ടാന അടുത്തിടെ അസമിൽ ചരിഞ്ഞു. 89 വയസ്സാണ്. ആ ആനയുടെ പേരാണ് ബിജുലി പ്രസാദ്. 62 മുതൽ 65 ഏഷ്യൻ ആനകളുടെ ശരാശരി ആയുർദൈർഘ്യം. 2019 വരെ ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ നാട്ടാന എന്ന റെക്കോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെങ്ങല്ലൂർ ദാശായണിയുടെ പേരിലായിരുന്നു. 2019 88ാം വയസ്സിൽ ചരിഞ്ഞു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ തെണ്ടുൽക്കർ. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ തെണ്ടുൽക്കർ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടർന്നുള്ള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രചാരണ നായകരെ തിരഞ്ഞെടുക്കുന്നത്. പങ്കജ് ത്രിപാഠിയായിരുന്നു മുൻവർഷത്തെ പ്രചാരണ നായകൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഏറെ അടുപ്പമുള്ള ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥാപനം അടുത്തിടെ അടച്ചു. പേര് ഇന്ത്യ ക്ലബ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഏറെ അടുപ്പമുള്ള ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥാപനം അടുത്തിടെ അടയ്ക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് ഇന്ത്യ ക്ലബ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ബ്രിട്ടനിലെ ഇന്ത്യ ലീഗ് പ്രവർത്തകരാണ് 1951 ഇന്ത്യ ക്ലബ്ബ് സ്ഥാപിച്ചത്. അടുത്തിടെ അന്തരിച്ച ജോൺ വാർനോക്ക് 82 വയസ്സ് ഏതു നിലയിൽ പ്രസിദ്ധിയാർജിച്ച വ്യക്തിയാണ്? ഫോട്ടോഷോപ്പിൻ്റെ നിർമ്മാതാക്കളായ അഡോബി സിസ്റ്റംസിൻ്റെ സഹസ്ഥാപകൻ. അടുത്തിടെ അന്തരിച്ച ജോൺ വാർനോക്ക് 82 വയസ്സ് ഏതു നിലയിൽ പ്രസിദ്ധിയാർജിച്ച വ്യക്തിയാണ്? ഫോട്ടോഷോപ്പിൻ്റെ നിർമ്മാതാക്കളായ അഡോബി സിസ്റ്റംസിൻ്റെ സഹസ്ഥാപകൻ എന്നുള്ള രീതിയിൽ. 1982 ചാൾസ് ഗഷ്കെയ്ക്കൊപ്പമാണ് വാർനോക്ക് അഡോബിക്ക് തുടക്കം കുറിച്ചത്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിൽ അക്രോബാറ്റ്, ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ അവതരിപ്പിച്ചത് അഡോബിയാണ്. 2021 81ാം വയസ്സിൽ ഗഷ്കെ അന്തരിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് മാഗ്നസ് കാൾസൻ, നോർവേക്കാരനാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് മാഗ്നസ് കാൾസൻ, നോർവേ. ഫൈനലിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദയെയാണ് തോൽപ്പിച്ചത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം ചെന്നൈ സ്വദേശിയായ 18-കാരൻ പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. ഏത് മുൻ കേന്ദ്രമന്ത്രിയുടെ ആത്മകഥയാണ് അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട മെമയേഴ്സ് ഓഫ് എ മാവറിക്? ഏത് മുൻ കേന്ദ്രമന്ത്രിയുടെ ആത്മകഥയാണ് അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട മെമയേഴ്സ് ഓഫ് എ മാവറിക്? മണിശങ്കർ അയ്യർ. വിമാനാപകടത്തിൽ മരിച്ച യെവ്ഗെനി പ്രിഗോഷിൻ റഷ്യയിലെ ഏത് കൂലിപ്പട്ടാളത്തിൻ്റെ മേധാവിയായിരുന്നു? വാഗ്നർ ഗ്രൂപ്പ്. വിമാനാപകടത്തിൽ മരിച്ച യെവ്ഗെനി പ്രിഗോഷിൻ റഷ്യയിലെ ഏത് കൂലിപ്പട്ടാളത്തിൻ്റെ മേധാവിയായിരുന്നു? വാഗ്നർ ഗ്രൂപ്പ്.